ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ചെറുപുഴ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ റെജീനാമ്മ, അംഗനവാടി ഹെൽപ്പർമാരായ കെ ഓമന, സാവിത്രി രാഘവൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, ചെറുപുഴ. ഫോൺ 9961660599. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ചെറുപുഴ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ റെജീനാമ്മ, അംഗനവാടി ഹെൽപ്പർമാരായ കെ ഓമന, സാവിത്രി രാഘവൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. വളരെ സ്നേഹത്തോടെ ആത്മമായി സ്വാഗതം ചെയ്യുകയാണ്. നൽകുന്ന ഡോക്ടർ റെജീനാമ്മ, ഓമന ചേച്ചി, സാവിത്രി അടക്കം പഞ്ചായത്ത് ചടങ്ങുകളോട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം ഏൽക്കാനും അതുപോലെ മൊമെൻ്റ് കൊടുക്കാനുമാണ് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിച്ചുകൊണ്ട് നടത്തുന്നു. കഴിഞ്ഞ 18 മാസക്കാലം ഡോക്ടർ നമ്മുടെ പഞ്ചായത്ത് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. കയർച്ചെന്നാൽ എല്ലാവരോടും നല്ല പുഞ്ചിയോടുകൂടി എല്ലാവർക്കും നല്ല സേവനം ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഒരു മാതൃകയായി ഇത്രയും കാലം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട 2 ചേച്ചിമാര്, സാവിത്രി ചേച്ചി, ഓമന ചേച്ചി, 3 പതിറ്റാണ്ടുകൾ അതൊരു ചെറിയ കാലഘട്ടമല്ല. അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാലഘട്ടം അത്രയും അംഗൻവാടിയിൽ കുഞ്ഞു മക്കളോടൊപ്പമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ കാലഘട്ടം അത് അംഗൻവാടികളിലാണ്. അവിടെ നിന്നാണ് അവർ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടും അവർക്കൊരു അമ്മയായി ഒരു അമ്മയുടെ സ്നേഹം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ പരിപാലിച്ചുകൊണ്ട് അവരുടെ ജീവിതചര്യകളിൽ അവർക്കൊരു മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെ ഒരു മാതൃക, ഒരു തണലുമൊക്കെ ആയിക്കൊണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഡി പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങളായ ടി പി ചന്ദ്രൻ, പി ജെ ജോസ്, ICDS സൂപ്പർവൈസർ പി ഗീത, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ്, ഡോക്ടർ പ്രവീൺ, രേഖ ജേക്കബ്, കെ ശ്രീദേവി, കമലാദേവി, KS ലിജി എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ റെജീനാമ്മ, കെ ഓമന, സാവിത്രി രാഘവൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. അംഗൻവാടി ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ പ്രായം തോന്നിക്കാത്ത ആളുകളാണ് അംഗൻവാടി ടീച്ചേഴ്സ്. കാരണമുണ്ട്. പാൽപുഞ്ചിരിയോടെ ഉള്ള ചെറിയ കുട്ടികളെ നിത്യജീവിതത്തിൽ കണ്ട് അവരോട് ഇടപഴകി സ്വന്തം ജീവിതം കുട്ടിത്തോളം ഉണ്ടാകുന്നവരാണ് ടീച്ചേഴ്സ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥർ കൂടിയാണ് ഇവര്. ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളുടെ മേധാവികൾ എന്ന നിലയിൽ പഞ്ചായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അലോപ്പതി, ഹോമിയോ, ആയുർവേദം ഈ 3 വകുപ്പുകളിലുള്ള മെഡിക്കൽ ഓഫീസർമാരിൽ ഒരാളായിരുന്നു. പഞ്ചായത്ത് തലത്തിൽ ഇതുപോലെ ഒരു യാത്രയയപ്പ് കൊടുക്കുമ്പോൾ ഏറെ സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. 10-30 വർഷം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ആയുസിന്റെ പകുതി 3/4 ഭാഗവും അംഗൻവാടിയിൽ ചെലവഴിച്ചിട്ടാണ് അവർ പോകുന്നത്. ചെറിയ കുഞ്ഞു മക്കളെ അവരുടെ ആരോഗ്യത്തിനും തന്നെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അംഗനവാടി. ഒരുമിച്ച് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടറെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും നിങ്ങൾ ഡോക്ടറെ കുറിച്ച് അറിയുന്നതാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സേവന മേഖല തുറന്നു കിടക്കുന്നു. ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ല രീതിയിൽ സമൂഹത്തിന് സേവനം ചെയ്യാൻ അവർക്ക് സാധിക്കും. വളരെ ആശങ്ക അക്കാലത്ത് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിശിഷ്യ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അത് കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ടാകും. അവരുടെ സേവന വേതന വ്യവസ്ഥയൊക്കെ സമൂഹം നന്നായി ചർച്ച ചെയ്തതാണ്. തീർച്ചയായിട്ടും പഞ്ചായത്തിൽ 1.5 വർഷത്തെ സേവനത്തിന് ശേഷമാണ് റെജീനാമ്മ ഡോക്ടർ സർവീസിൽ നിന്ന് വിരമിക്കുകയും, തീർച്ചയായിട്ടും ഡോക്ടറെ സംബന്ധിച്ച് സർവീസിൽ നിന്ന് വിരമിച്ചാൽ തുടർന്നങ്ങോട്ടും ഡോക്ടർ സേവനം ഈ സമൂഹത്തിൽ ലഭിക്കും. ഒരു അംഗൻവാടി ടീച്ചർമാര് റിട്ടയർമെന്റ് ആയി പോകുമ്പോൾ എന്തുകൊണ്ടോ ഞങ്ങളെ ആരും
അങ്ങനെ കുറച്ച് കുറവായിട്ടാണ് കാണാറ്. പക്ഷെ മാറ്റങ്ങൾ വരുന്നുണ്ട്, സന്തോഷം തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്, വളരെ വിഷമമുണ്ട്. അതായത് സന്തോഷത്തിന്റെ ആദ്യം വരാം, ഞങ്ങൾ തന്നെ ഉണ്ടാക്കണം, ഞങ്ങൾ തന്നെ കൊടുക്കും, ഞങ്ങൾ തന്നെ കേൾക്കണം, ഞങ്ങൾ തന്നെ തിരിയണം. ഇപ്പൊ അതിൽ ഒരു മാറ്റം കണ്ടു. ഇന്നത്തെ ഒരു പഞ്ചായത്തുകാരും കൂടെ ഞങ്ങളിവിടെ സഹകരിച്ചുകൊണ്ട് ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമാണ്. നിങ്ങളായിട്ടുള്ള 2 കൽപ്പന്മാര് അതോടൊപ്പം ഡോക്ടറെയും ഒരു റിട്ടയർമെന്റ് നല്ല രീതിയിൽ ചെയ്യാൻ ഈ പഞ്ചായത്ത് സമിതിക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനവും. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ. സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.